പുള്ളി കൈരളി ടി വിയുടെ ചെയർമാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈസ് എ നോബിൾ സോൾ. അല്ലെങ്കിൽ ഇനി സിനിമ ഒന്നും കിട്ടൂല. ഓ वेल डन सुरेश, वेल डन. ओ नाइस मैन, नाइस. बहुत अच्छा किया यार, बहुत बहुत भारी था, बहुत अच्छा किया. क्या बजाया तुमने? മാധ്യമോ, നിങ്ങൾ ആരാ? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ ആ ഒരു ലൈനായിരുന്നു. നിങ്ങളാരാ? നിങ്ങളാര്? രാജാവോ? നിങ്ങളാരാ? രാജാവോ? ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി തരാൻ അറിയില്ലെങ്കിൽ അത് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. എന്തോ ഇത്, എന്ത് തറ വർത്തമാനമൊക്കെയാണ് ഇത്. എമ്പുരാൻ റിലീസ് ചെയ്ത് ഇതിപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞു, ഇപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണേലും ഭയങ്കര സംഭവങ്ങളാണ്. ഗോകുലം ഗോപാലൻ പുള്ളിയുടെ സ്ഥാപനത്തിൽ റെയ്ഡ്, പൃഥ്വിരാജിന് നോട്ടീസ്, പൃഥ്വിരാജിന് ഐ ടിയുടെ കൺവട്ടത്തിൽ പുള്ളി ഒരു വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. അടുത്തത് ലാലേട്ടൻ്റെ ആനക്കൊമ്പ്, ലഫ്റ്റനൻറ്റ് കേണൽ, പിന്നെ തമിഴ്നാട്ടിലെ വീട്, അത് ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി പൊങ്ങി വരും. ദുബായിലെ വീട്, എന്താ പറയുക, ഒരു സിനിമ ഇറക്കി, ആ സിനിമയുടെ പേര് പാർലമെൻറ്റിൽ വരെ ആ സിനിമയുടെ പേര് എക്കോ ചെയ്തു. എമ്പുരാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്രിട്ടാസ് കുറേ കാര്യങ്ങൾ വന്ന് അവിടെ പാർലമെൻറ്റിൽ പറഞ്ഞു. അവിടെയൊക്കെ നമ്മുടെ ചേട്ടൻ സുരേഷ് ഗോപി, മുരളി ഗോപി എടുത്താണ്, മുരളി ഗോപിയുടെ കഥയാണിത്. പക്ഷേ സുരേഷ് ഗോപിക്ക്, മറ്റൊരു ഗോപിക്ക് ഇത് പിടിച്ചില്ല. സുരേഷ് ഗോപി അവിടെ ഭയങ്കര ഷോ ആയിരുന്നു. അവിടെ ഭയങ്കര ഇങ്ങനെ ഊർജം, അവിടെ എന്തോ ഒരു എനർജി കിട്ടിയ പോലെയായിരുന്നു. ഈ ചില നമ്മുടെ നാഗവല്ലി ഉണ്ടല്ലോ, ചില തമിഴ് സിനിമ എന്ന് ഞാൻ പറയാൻ വന്നതാണ്. തമിഴ് സിനിമയിലോട്ടൊന്നും പോകണ്ട, നമ്മുടെ അവിടെ തന്നെ ഉണ്ടല്ലോ നാഗവല്ലി, വിടമാട്ടെ എന്നെ വിടമാട്ടെ. അതുപോലെ ഒരു പ്രകടനമായിരുന്നു സുരേഷ് ഗോപി സാറിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. സുരേഷ് ഗോപി ഒരു സംഭവം, മോനെ. പുള്ളിക്ക് ഡയലോഗ് എഴുതി കൊടുത്താൽ മാത്രമല്ല, പുള്ളി അവിടെ പറയുന്ന കേട്ടോ, ഐ വിൽ നോട്ട് ഈൽഡ്. ഇതെന്താണ് ഈൽഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഞാൻ ചൊരക്കില്ലെന്നോ? എന്ത് ഇംഗ്ലീഷാ ബൈ ഇത്? ഐ വിൽ നോട്ട് ഈൽഡ്. പോട്ടെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് നീ ആരടാ വലിയ മോനാനോ എന്ന് പറഞ്ഞു ഒന്ന് കുറേ എണ്ണം വരും. എന്താണേലും അവിടെ കുറേ ഇങ്ങനത്തെ വെട്ടിത്തങ്ങളൊക്കെ പറഞ്ഞു, കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞു പുള്ളി, കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, BJP, പ്രത്യേകിച്ച് ഞാൻ പാർട്ടിയുടെ പേര് എടുത്ത് തന്നെ പറയുകയാണ്, BJPക്കാരോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അവർ ആ ബോൾ പാസ് ചെയ്യും. വേറെ ഒരു കാര്യം അവരെടുത്തിടും. ഈ ചോദ്യത്തിനുള്ള മറുപടി അല്ല കേട്ടോ, വേറെ ഒരു കാര്യം പറയും. എന്നിട്ട് നിന്നെക്കുറിച്ച് എനിക്കറിയില്ലേ, 1970 എമർജൻസി, മറ്റേത് മറിച്ചത്, ആന അണ്ടി എന്നൊക്കെ. എൻ്റെ ഭായി, ഇപ്പോൾ ചോദിക്കുന്ന എമ്പുരാനെ കുറിച്ചാണ്. നിങ്ങളതിനാ മറ്റേ ലെഫ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഇത് സ്ഥിരം ഇവരുടെ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല യൂസ് ചെയ്യാത്ത ആൾക്കാർ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ, ആ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ, മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും വരും, എല്ലാ മനുഷ്യനും വരും. അങ്ങനെ വരുമ്പോൾ ഉടനെ ഇങ്ങനെ ബങ്കായി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നിട്ട് അപ്പോൾ ഇവർ എടുത്തിട്ട് കളിയാക്കും. പക്ഷേ ഇവരങ്ങനെയല്ല. കോൺഗ്രസ്സുകാർ വളരെ നല്ല ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, BJPക്കാർ വളരെ നല്ല ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടേക്കോ എനിക്ക് ഈ ഒരു പോയിന്റ് വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഏതൊരു തമിഴ്നാട്ടിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, എവിടെ ഒരു BJP നേതാവിനോട് ഒരു ചോദ്യം ചോദിച്ച് പുള്ളിക്ക് മറുപടി ഇല്ലെങ്കിൽ പുള്ളി ഉടനെ വേറൊരു ചോദ്യം ചോദിക്കും. അത് അങ്ങനെ സംഭവിച്ചല്ലോ, അപ്പം എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പോൾ സുരേഷ് ഗോപി സാർ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു വ്യക്തി, ഒരു MP, ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ വേറൊരു MP ചോദിക്കുകയാണ് എമ്പുരാനെ കുറിച്ച്. അപ്പോൾ എമ്പുരാനെ കുറിച്ചല്ലേ വർത്തമാനം പറയേണ്ടത്? ഐ വിൽ ടേക്ക് ലെസൺ, ഹി ഹാസ് ടു ബി ടോട്ട് സം ലെസൺസ്. ഇയാളാര്, സ്കൂൾ ടീച്ചറോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഷോ. ഉടനെ ചോദിക്കുന്നത് ലെഫ്റ്റ്, മറ്റേ സിനിമ, മറിച്ച സിനിമ, ആ സിനിമ എന്താണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ സ്ക്രീൻ ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ ചെയ്ത തെറ്റ് നിങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ലേ ഭായി? എന്താണ് ഭായി ഇത്? എന്തുവാ പറയേണ്ടത്? എന്നിട്ട് പക്ഷേ പുള്ളിക്കൊരു അബദ്ധം പറ്റി. വെളിയിൽ വന്നിട്ട് ആ ഒരു ഹാങ് ഓവറിലിരിക്കുകയാണല്ലോ ഞാൻ, പെർഫോമൻസ് അവിടെ ഭയങ്കര
ഇതായിരുന്നു. ഓ വെൽഡൻ സുരേഷ്, വെൽഡൻ, ഓ നൈസ് മാൻ, നൈസ്, ഏ ബഹുത്ത് അച്ഛാ കിയാ യാർ, ബഹുത്ത് ബഹുത്ത് ഭാരി താ, ബഹുത്ത് അച്ഛാ കിയാ, ക്യാ ബജായ തുമ്നെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ആ ഒരു ഹാങ് ഓവറിലിരിക്കുകയാണ്. വെളി വന്നു. മാധ്യമോ, നിങ്ങൾ ആരാ, താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ, ആ ഒരു ലൈനായിരുന്നു. നിങ്ങളാരാ, നിങ്ങളാര്, രാജാവോ, നിങ്ങളാരാ രാജാവോ? ഞാനവിടെ മാധ്യമ പ്രവർത്തകനായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചോദിച്ചാൽ, നിങ്ങളാര്, നിങ്ങൾ രാജാവോ, എന്തോ ഇത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി തരാൻ അറിയില്ലെങ്കിൽ അത് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. എന്തോ ഇത്, എന്ത് തറ വർത്തമാനമൊക്കെയാണ് ഇത്. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അയ്യോ അയ്യോ, ഇനി വന്ന് പറഞ്ഞോളേം, അത് എനിക്ക് സ്ലിപ്പ് ഓഫ് ദ ടങ് പറ്റിയതാണ്, അത് ബ്രിട്ടാസിൻ്റെ ഇതാണ്, അത് ആനയാണ്. പക്ഷേ പുള്ളി ഒരു കാര്യത്തിൽ സമീപനം കാണിച്ചു കേട്ടോ. മെമ്പർ ഓഫ് പാർലമെൻറ്റിനകത്ത് പുള്ളി കൈരളി ടി വിയുടെ ചെയർമാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈസ് എ നോബിൾ സോൾ, അല്ലെങ്കിൽ ഇനി സിനിമ ഒന്നും കിട്ടൂല. അത്രയ്ക്കും ക്രൂരനാണോടെ മമ്മൂട്ടി. ആ ചെയർമാൻ, മമ്മൂട്ടി എന്ന് പറയണ്ടല്ലേ, ആ ചെയർമാൻ അത്രയ്ക്കും ഭയങ്കരനല്ലേ. അന്ത ഭയം ഇറുക്കട്ടം തമ്പി. എന്താ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അയ്യോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, ആ സിനിമയെ ഇപ്പോൾ 24 വെട്ട് വെട്ടി, അത് അവർ തന്നെ വെട്ടിയതാണെന്ന് അവർ പറഞ്ഞു. അത് പിന്നെ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിലും അവർ തന്നെ വെട്ടിയതായിരിക്കും, അവരുടെ ഗിമിക്കായിരിക്കും, ഓക്കെ പോട്ടെ. ഇപ്പോൾ ഈ റെയ്ഡ് എവിടെ നിന്നാണ്? ഇതും അവരുടെ ഗിമിക്കാണോ? അവർ സ്വന്തം സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡ് അവർ തന്നെ വിളിച്ചു പറയായിരിക്കും. ഓ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത് മറ്റേ പൃഥ്വിരാജ് ഇങ്ങനെ വേറെ ഒരു ഫോണിൽ നിന്ന് സൗണ്ടൊക്കെ മാറ്റിയിട്ടൊരു മറ്റേ ചെറിയ കർച്ചിഫൊക്കെ ഇട്ടിട്ട്, സാറേ ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞായിരിക്കില്ലേ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കുറേ കാശുണ്ട് സാറേ, ഒന്ന് പോയി തോണ്ടി എടുക്കണം സാറേ എന്ന് പറഞ്ഞായിരിക്കും. ഇതും ഒരു ഗെമിക്കായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രവി സാർ ഇങ്ങനെ അടിക്കണം. ഇയാൾ വന്നിട്ട് ഞാൻ ചേച്ചിയോട് എപ്പോൾ പറഞ്ഞു സിനിമ കൊള്ളില്ല, ദേശവിരോധമാണ് പറയുന്നതെന്ന് എമ്പുരാൻ സിനിമയിൽ. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ED റെയ്ഡ് വന്നതിൽ ആർക്കും ഇവിടെ ഒരു ഞെട്ടലും ഇല്ല. അത് സാധാരണ സംഭവിക്കുന്ന ചെട്ടി കമ്പനിയാണ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സെക്ടറാണ്, അതിൽ കോടികളുടെ ഇടപാടാണ്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പുള്ളി PFIയും മറ്റേ മുസ്ലിം സംഘടനയ്ക്കൊക്കെ കാശ് വെളുപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാവേ അത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഒരുപാട് ഇടപാടുകൾ, ഒരുപാട് കാശിൻ്റെ തിരുമറി, ഇങ്ങനെ ഒരുപാട് കാശ് ഇങ്ങനെ കടന്ന് മറിയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗോകുലം ഗോപാലൻ ചേട്ടൻ. അപ്പം അതിനകത്ത് ഒരു ഞെട്ടലുമില്ല. പൃഥ്വിരാജിൻ്റെ വീട്ടിൽ റെയ്ഡ് ഉടനെ, പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പൃഥ്വിരാജിന് മറ്റേ പേപ്പർ കൊടുത്തെന്ന് തോന്നില്ലേ, അടുത്തത് മോഹൻലാലിനുണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ പറയുന്നത് കേട്ടോ ടി വിയിൽ, എന്തോ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മറ്റേ ആങ്കർ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ, എന്താണ്? അപ്പോൾ ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങളെനിക്ക് പറഞ്ഞു തരണ്ട, ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. ഈ എമ്പുരാൻ റിലേറ്റഡ് ഇത്രമാത്രം എന്താണ് ആ സിനിമയിലുള്ളത്? ഇതിലും ഭയങ്കരമായ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇതിലും ഭയങ്കരമായ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി തന്നെ ഉണ്ട്, മോഡിജി തന്നെ അതിനെ യു ഡോണ്ട് ടീച്ചസ് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാകെ ഇതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ എമ്പുരാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നപ്പോൾ ഇത് വേറെന്തോ ഒരു സിനിമയാണെന്ന് പോയി കണ്ടപ്പോൾ ഇതിൽ കുറച്ച് ഈ കാര്യങ്ങളുള്ളത് കണ്ടപ്പോൾ, നമ്മുടെ മസൂദിൻ്റെ ഫാമിലിയും സയ്യിദ് മസൂദിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതങ്ങ് ഭയങ്കരമായിട്ട് ഇവർ തന്നെ ഇതിനെ പൊക്കിയെടുത്ത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇതങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി, ഇതിനെ അങ്ങ് പാസ് ചെയ്ത് പോയാൽ മതി. പക്ഷെ അവർക്കത് പറ്റുന്നില്ലല്ലേ, അവിടെയാണ് സംഭവം.